ഓം അമൃതേശ്വരി നമഃ. മല്ലപ്പള്ളി താലൂക്ക് കേന്ദ്രീകരിച്ച് ഏതാണ്ട് 1.5 മാസമായി നമ്മൾ ലളിതാ സഹസ്രനാമ പാരായണ യജ്ഞം ഇവിടുത്തെ പല ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി വരികയാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും നാമജപ സംസ്കാരത്തെ ഉണർത്തുക എന്നുള്ളതാണ്. സത്യയുഗത്തിൽ തപസ്സിനായിരുന്നു പ്രാധാന്യം. ത്രേതായുഗത്തിൽ അത് വന്നപ്പോൾ യാഗങ്ങൾക്കായി പ്രാധാന്യം. ദ്വാപരയുഗത്തിൽ യജ്ഞത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ ആൾക്കാർ ജീവിച്ചു. എന്നാൽ കലിയുഗത്തിൽ ജപയജ്ഞത്തിനാണ് പ്രാധാന്യമെന്ന് എല്ലാ ഗുരുക്കന്മാരും മാതാ അമൃതാനന്ദമയി അമ്മയും പറയുന്നുണ്ട്. ആളുകളിൽ ജപ സംസ്കാരത്തെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞപരിപാടിയാണ് ഈ ലളിതാ സഹസ്രനാമ യജ്ഞം. ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോൾ അത് അതിവിശിഷ്ടമായ ഒരു പാരായണമാണ്. ലളിതാ പരമേശ്വരി നേരിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ലളിതാ സഹസ്രനാമം. ഈ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ വ്യക്തികളുടെ ആസുരീയ ഗുണങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. ഒരു കുടുംബത്തിൽ ഇത് നിത്യവും പാരായണം ചെയ്താൽ അവിടെ ഐശ്വര്യം ഉണ്ടാകും, കുടുംബത്തിന് ഐക്യതയുണ്ടാകും, കുടുംബ ഭദ്രതയുണ്ടാകും. കുടുംബത്തെ സംബന്ധിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടാനും ലളിതാ സഹസ്രനാമം ഉപാസനാ രീതിയിൽ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വ്യക്തിയാണല്ലോ സമൂഹത്തിലെ ഒരു വ്യക്തി നന്നായാൽ സമൂഹം നന്നായി എന്നുള്ളതാണ്. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. നമ്മുടെ വ്യക്തിത്വത്തെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും അകറ്റി സദ്ഗുണഭാവത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓരോ ക്ഷേത്രത്തിൽ കൂടുമ്പോഴും ഏതാണ്ട് 100-നും 150-നും ഇടയ്ക്ക് അതാത് പ്രാദേശിക ആൾക്കാർ, അവിടുത്തെ ഭക്തജനങ്ങൾ കൂടുകയും സഹസ്രനാമം ജപിക്കുകയും ധ്യാന പരിശീലനം കൊടുക്കുകയും എങ്ങനെ ഉപാസനാ മാർഗത്തിൽ ഇത് ജപിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയപ്പോഴും ചെയ്തത്. ഇത് ഇവിടെ മുരണി ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ ഇത് സമാപനമാണ്. ഈ സമാപന യജ്ഞം അതിവിശിഷ്ടമായിട്ട് കരുതപ്പെടുന്നു. കാരണം ഏതാണ്ട് 1200ഓളം പേര് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീചക്ര പൂജയും ചെയ്യുന്നുണ്ട്. ശ്രീചക്ര പൂജയുടെ ഒരു വൈശിഷ്ട്യത, അതായത് ശ്രീചക്ര പൂജ എന്ന് പറയുന്നത് അത് ശ്രീചക്രം തന്നെ ദേവിയുടെ പീഠസ്ഥാനമായിട്ടാണ് പറയുന്നത്. ശ്രീചക്രത്തിൽ പൂജ ചെയ്യുന്നത് അത് നവാവരണ പൂജയായിട്ടും പറയുന്നുണ്ട്. 9 ദേവതകളെ ഉപാസിച്ച് ദേവിമാരെ ഉപാസിച്ചിരുത്തി അതിൻ്റെ കേന്ദ്രബിന്ദുവായ ശ്രീചക്രത്തിന്റെ കേന്ദ്രബിന്ദുവിൽ ലളിതാ പരമേശ്വരിയെ ആവാഹിച്ചിരുത്തുമ്പോഴാണ് ഈ 1000-1200 അമ്മമാര് ഒരുമിച്ചിരുന്ന് സഹസ്രനാമ ജപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ധ്യാന പരിശീലനമുണ്ട്. വരുന്നവർക്ക് ധ്യാനം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് നമ്മൾ കുറച്ച് സമയം പരിശീലനം കൊടുക്കും. പിന്നെ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കും. ശ്രീചക്ര പൂജ നടക്കുന്ന സമയത്തുള്ള ഈ ഒരു നാമജപം വളരെ പുണ്യകർമ്മമായിട്ട് പറയപ്പെടുന്നു. ഇതാണ് ഈ മുരണി ക്ഷേത്രത്തിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഈ പുണ്യയജ്ഞത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും വരുന്ന ഞായറാഴ്ച ജൂലൈ 5-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു.